കാസർഗോഡ് ആശുപത്രിയിൽ ഡോക്ടർ ഇല്ലാത്തത് ചോദ്യം ചെയ്തതിന് പോലീസ് കേസ്. കുമ്പള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിലാണ് കേസ്. രോഗികൾ പുറത്തുള്ളപ്പോൾ OP രജിസ്ട്രേഷൻ നിർത്തിവെച്ചത് നാട്ടുകാർ ചോദ്യം ചെയ്തിരുന്നു. OP കൗണ്ടർ ബന്ധാക്കിയിട്ട് ഇപ്പോൾ 1 മണിക്കൂറായി. 2 മണി വരെയാണ് ടൈം ഉള്ളത്. 12 മണിയാകുമ്പോൾ OP ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരെടുത്ത് ബന്ധാക്കിയിട്ട് പോയിന്. ഇത്രയും ആൾക്കാരെ എന്താ പറയുന്നത്, ഇത്രയും ആൾക്കാർ ഇവിടെ ഒരു മാക്സിമം ഒരു 19 പേഷ്യൻ്റ് ഇവിടെ കിടക്കുക. അതിൻ്റെ അകത്തും ആൾ കിടക്കുക. ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യൻറ്റിനെ നോക്കാൻ ഡോക്ടറല്ല ഇവിടെ. ടോക്കൺ കൊടുക്കുന്ന ആൾ നേരത്തെ പോയി കല്യാണത്തിന്. ഈ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ഇടയ്ക്ക് പോകാൻ അവരേന് പൈസ ഉള്ളവരെങ്കിലും ഒരാളേ ഉള്ളൂ. അതാണ് ഞങ്ങളെ കുഴപ്പമില്ലല്ലോ. പേഷ്യൻറ്റിനെ അതിനെന്താ കുഴപ്പമില്ല. ഡോക്ടർ ഒന്നുമില്ല. ഡോക്ടർ നോക്കി നമ്മൾ സമ്മതിച്ചു. കാരണം നിങ്ങൾ ഡോക്ടർ എണ്ണം കൂടുതൽ വെക്കണം. ഇവിടെ എത്ര പേഷ്യന്റ് കിടക്കാം. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ കൊണ്ടാണ്. ഇതാണ് ഹോസ്പിറ്റലിന്റെ ടൈമിംഗ് ലിസ്റ്റ്. ഒരു ഡോക്ടറെ കൗണ്ടർ ആളില്ലാതെ കിടക്കുന്നു. എത്ര സിസ്റ്റർമാർ ഇന്ന് ഡ്യൂട്ടിയിൽ ഉണ്ട്? 2 ഉള്ളത്. അത് എവിടെയെല്ലാം ഇല്ല മാഡം. അല്ല ഇതെല്ലാം ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ. കുഴപ്പമില്ല. നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തോളൂ. കുഴപ്പമില്ല. അങ്ങനത്തെ ഉടായ്പ കളി നിർത്തി തരാൻ പോലെ. ഒരേ ഡോക്ടർ ഒന്നേ ഉള്ളൂ. പേഷ്യന്റ് കുറെ കിടക്കുന്നു. OP കൊടുക്കുന്ന മാഡം കല്യാണത്തിന് വേണ്ടി ലീവാക്കി പോയി കിടക്കുക. അപ്പൊ അതുകൊണ്ട് പേഷ്യന്റ് ഇവിടെ കൂടുതൽ കിടക്കും. ഡോക്ടർമാരുടെ ഇവിടെ ഡോക്ടർ മരുന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് കൊടുക്കാൻ ഹോസ്പിറ്റലില്ല. പ്രൈവറ്റ് മെഡിക്കലിനെ ആശ്രയിക്കേണ്ടി വരുന്നത്. ഫുള്ള് മരുന്ന് എഴുതി കൊടുത്താൽ മരുന്ന് ഇവിടെ കിട്ടാറുമില്ല. തെക്കർക്ക് ഒരു വിചാരമുണ്ട്. കാസർഗോഡ് വെറും വാർത്തയുടെ വിശദാംശങ്ങളുമായി KV ബൈജു ആണ് ചേരുന്നത്. ബൈജു, ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാകുന്നത് OP സമയത്ത് അവിടെ സേവനം നൽകാൻ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല. രോഗികൾ കാത്തിരിക്കുന്നു. അപ്പോൾ സമയത്തിന് മുമ്പ് OP അവസാനിപ്പിച്ചു. അതിനെയാണ് അവിടെ എത്തിയവർ ചോദ്യം ചെയ്തത് എന്നാണല്ലോ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അഭിലാഷ്, ഇത് കുമ്പള സാമൂഹ്യ സഹകരണ കേന്ദ്രത്തിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശക്തമായ മഴയാണ്. ജില്ല പനിച്ചു വിറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആവശ്യത്തിന് ഡോക്ടർമാർ ജില്ലാ ജനറൽ ഇത്തരത്തിലുള്ള താലൂക്ക് ആശുപത്രികൾ ഇല്ലാത്തൊരു സാഹചര്യം കൊണ്ടുണ്ട്. ഇതിനിടയിലാണ് പാവപ്പെട്ട രോഗികൾ എത്തുന്ന ആശുപത്രികളിൽ ഇതിലിപ്പോൾ ഗുരുതരമായ ഒരു ആരോപണം ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കേൾക്കാം. അതായത് വിവാഹ ആവശ്യത്തിന്, സ്വകാര്യ ആവശ്യത്തിന് OP ടിക്കറ്റ് നൽകുന്ന ആളുകൾ അത് കൂട്ടത്തോടെ പോയി എന്നാണ് അവർ ആരോപണം ഉന്നയിച്ചത്. എന്തായാലും ജനങ്ങൾ വലിയ തോതിലുള്ള ഒരു പ്രതികരണം അവിടെ ഉണ്ടായിട്ടില്ല. അവർ ചോദ്യം ചെയ്ത് മാത്രം. അതിനാണിപ്പോൾ ഈ രോഗികൾക്കെതിരെ, അവിടെ എത്തിയ രോഗികൾക്കെതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ആശുപത്രി നിയമങ്ങൾ അറിയാം. ജാമ്യമില്ലാ വകുപ്പാണ്. ആശുപത്രിക്ക് നേരെ ഏതെങ്കിലും തരത്തിൽ അതിക്രമം നടത്തിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു FIR ഇട്ടാൽ അത് ജാമ്യമില്ലാ വകുപ്പാണ്. സാധാരണ രോഗികളെത്തുന്ന അവർക്ക് അനുവദിച്ച സമയത്ത് അവിടെ OP ടിക്കറ്റ് നൽകാൻ ആളില്ല, ഡോക്ടർമാരില്ല, മരുന്ന് നൽകാൻ ആളില്ല. അങ്ങനെ വലിയ പരാതികളാണ് ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം. ഇതേതായാലും സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിൽ വീഡിയോ ചിത്രീകരിച്ചു. ആശുപത്രിയിൽ ഇത്തരത്തിൽ സംഘർഷം സാഹചര്യമുണ്ടാക്കി എന്ന വകുപ്പാണ് എന്ന പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ ആരോപണം വളരെ ഗുരുതരമാണ്. അതായത് വലിയ തോതിൽ രോഗികൾക്ക് ഇപ്പോൾ ചികിത്സ ലഭ്യമാക്കേണ്ട ഒരു സമയത്ത് കൂട്ടത്തോടെ സ്വകാര്യ ആവശ്യത്തിന് പോയി എന്ന് പറയുന്ന ഒരു ആരോപണം അവിടെ ഉയരുന്നുണ്ട്. അതോടൊപ്പം വലിയ അതിക്രമമൊന്നും ഈ ഒരു ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാനും സാധിക്കുന്നില്ല. അവർ ചോദ്യം ചെയ്യുന്നു, ഡോക്ടർ ഇല്ലാത്തതിനെ ചോദ്യം ചെയ്യുന്നു, അതിന്റെ ദൃശ്യം ചിത്രീകരിക്കുന്നു. അതിൽ ഈ വീഡിയോയിൽ പറയുന്നത് ഏതോ ഒരു വിവാഹ ആവശ്യത്തിന് വേണ്ടി പോയി എന്നുള്ളതാണല്ലോ. അത് ഒരു ഉദ്യോഗസ്ഥൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്നൊന്നും നമുക്കും പറയാനാവില്ല. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ മഴക്കാലമാണ്, കൂടുതൽ ആളുകൾ ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. നമ്മൾ ആരോഗ്യ കേരളത്തെക്കുറിച്ചൊക്കെ അഭിമാനത്തോടെ പറയുന്നതുമാണ്. അപ്പോൾ അവിടെ എത്തുന്ന രോഗികൾക്കുള്ളൊരു മിനിമം സംവിധാനം ഒരുക്കിയിട്ട് വേണമല്ലോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ പോകാൻ. എന്താണ് മനസ്സിലായത്? ഇവർ കൂട്ടത്തോടെ ഈ ചടങ്ങിന് പോയി എന്നുള്ളതാണോ?
തീർച്ചയായും അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അഭിലാഷ്. അതായത് 12 മണി മുതൽ 2 മണി വരെയുള്ള സമയം OP ടിക്കറ്റ് നൽകേണ്ട സമയം. ആ സമയത്ത് അവിടെ OP ടിക്കറ്റ് നൽകാൻ ആളില്ല, ആവശ്യത്തിന് ഡോക്ടർമാർ ആ സമയത്ത് ഇല്ല. പക്ഷെ അതേസമയത്ത് തന്നെ നിരവധി രോഗികൾ ഈ ഡോക്ടർമാരെ കാത്ത് അവിടെ ഇരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ കുമ്പള എന്ന് പറയുന്നത് നമുക്കറിയാം, ആ പ്രദേശത്ത് സാധാരണക്കാരൊക്കെ ആശ്രയിക്കുന്ന ഒരു കേന്ദ്രമാണ് ഈ കുമ്പള സാമൂഹിക കേന്ദ്രം. അവിടെയാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതായത് സഹപ്രവർത്തകരുടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഏതൊരു ചടങ്ങിന്, സ്വകാര്യ ചടങ്ങിനായി കൂട്ടത്തോടെ ഇവർ ആ സമയത്ത്, അതായത് OP ടിക്കറ്റ് നൽകേണ്ട രോഗികൾക്ക് അനുവദിച്ച് നൽകുന്ന സമയം, ആ സമയത്ത് പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഒരുപക്ഷെ വലിയ തോതിലുള്ള പരാതിയായി ഉയർന്നു വന്നാൽ ഒരുപക്ഷെ അവിടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് ഡോക്ടർമാർക്കും OP ടിക്കറ്റ് നൽകുന്ന ആളുകൾക്കെതിരെ വരെ അതിൽ അന്വേഷണമോ അല്ലെങ്കിൽ അവർക്കെതിരെ നടപടി പോലും ഉണ്ടാകുന്ന ഒരു പരാതി വരുന്നതിന് മുമ്പ് തന്നെ ഒരു കേസ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചു എന്നതിന്റെ പേരിലും അവിടെ സംഘർഷ സാഹചര്യം ഉണ്ടാക്കിയെന്ന പേരിലും ഇവർ പരാതി നൽകുകയായിരുന്നു ആശുപത്രി അധികൃതർ. അങ്ങനെ ഈ ഒരു 3 പേർക്കെതിരെ, ദൃശ്യം ചിത്രീകരിച്ചതും അവിടെ ഇത്തരത്തിൽ ചോദ്യം ചെയ്ത ആളുകളായ 3 പേർക്കെതിരെയാണ് ഇപ്പോൾ കുമ്പള പോലീസ് കേസെടുത്തിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? ഈ രോഗികൾ എത്തുമ്പോൾ ഡോക്ടർമാർ അല്ലെങ്കിൽ അവിടെയുള്ള ജീവനക്കാർ കൂട്ടത്തോടെ ഇങ്ങനെ പോകുന്ന സമയം അത് അവധിയെടുത്ത് പോയതല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ ആ സമയത്ത് താൽക്കാലികമായി പോയതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ രോഗികൾക്ക് മണിക്കൂറുകളോളം കാത്തു നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി. അതാണ് അവരെ പ്രകോപിപ്പിച്ചത്. അതിന് ഇവർ ദൃശ്യം ചിത്രീകരിച്ചു. ആ ദൃശ്യം ചിത്രീകരിച്ചിട്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ജീവനക്കാരുടെ ഭാഗത്ത് നിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചും അന്വേഷണം നടത്തണമെന്നൊരു ആവശ്യം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. അഭിലാഷ്. യെസ്, ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. അവരെ ആക്രമിക്കുന്ന തരത്തിലേക്കോ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്കോ ഒന്നും പോയിട്ടില്ല. മറിച്ച് അവിടെ ഉണ്ടായ ഒരു സ്വാഭാവികമായ പ്രതിഷേധമെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. ഇതിപ്പോൾ ഈ പ്രതിഷേധക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ്. അതിനപ്പുറത്ത് മറ്റ് ദൃശ്യങ്ങളുണ്ടോ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ അവിടെ രോഗികൾ നിരവധിയായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് സേവനം നൽകണം എന്നതാണ് ഈ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതല്ല അതിനപ്പുറത്തേക്ക് ഒരു അതിക്രമത്തിലേക്കൊക്കെ കടന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അവിടെ മറ്റ് നിരീക്ഷണ ക്യാമറകളോ സംവിധാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അക്കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പക്ഷേ ഈ സൂചിപ്പിക്കുന്ന പോലെ മഴക്കാലമാണ്, കൂടുതൽ രോഗികൾ എത്തുന്ന സമയമാണ്. ആ സമയത്താണ് ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരെ അവിടെ കാണാൻ പറ്റാതെ അവർ കൂട്ടത്തോടെ മറ്റ് ചടങ്ങിൽ പങ്കെടുക്കാനായി പോയി എന്ന ആരോപണം ഉയരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.